അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിം മതവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ജന്മം നൽകുന്നതും അവന് ജീവൻ നൽകുന്നതും അവൻ്റെ ജീവൻ നിലനിർത്തുന്നതും സമയമായി കഴിഞ്ഞാൽ അവനിൽ മരണം നിശ്ചയിക്കുന്നതും പടച്ചറബ്ബായ അല്ലാഹുവാണ്. അതേ സമയത്ത് തന്നെ മരണത്തിൻ്റെ പല മുഖാമുഖ സന്ദർഭങ്ങളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ രക്ഷിക്കുകയും അവന് ആയുസ് നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് സംഭവങ്ങൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒട്ടനവധി ആളുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴും വാർത്താമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും ICUവിൽ നിന്നും ജീവൻ മരണ പോരാട്ടങ്ങൾക്കൊടുവിൽ മനുഷ്യന്മാർ തിരിച്ചു വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പമുള്ള മറ്റൊരു സംഭവമാണ് മനുഷ്യന്മാർ കോമയിലാവുക എന്നുള്ളത്. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം കോമ എന്താണ് എന്നുള്ളത്. അതായത് ഒരു മനുഷ്യൻ ജീവച്ഛവമായി കിടക്കുന്നൊരവസ്ഥ. അദ്ദേഹത്തിന് ജീവനുണ്ട്, പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് മരിച്ചില്ല എന്ന് പറയുന്നൊരവസ്ഥ. അല്ലാഹു നമ്മെ എല്ലാവരെയും അത്തരം അവസ്ഥകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അത്തരത്തിലുള്ള കോമ അവസ്ഥകളിൽ നിന്നും വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സൗദിയിലെ ഒരു രാജകുമാരനെ കുറിച്ചാണ്. 1-2 വർഷമല്ല, 20 വർഷമായി ആ സൗദിയിലെ രാജകുമാരൻ കോമയിൽ കിടക്കുകയാണ്. ദി സ്ലീപ്പിംഗ് പ്രിൻസ്, അതായത് ഉറങ്ങുന്ന രാജകുമാരൻ എന്നാണ് സൗദിയിലുടനീളം ആ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത്. 2005 ഒരു വാഹന അപകടത്തിൽ ഇദ്ദേഹത്തിന് തലച്ചോറിന് പരിക്കേൽക്കുകയുണ്ടായി. അത്തരത്തിൽ തലച്ചോറിന് പരിക്കേറ്റതിനെ തുടർന്നാണ് ഇദ്ദേഹം 20 വർഷക്കാലമായി കോമയിൽ കിടക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ഫീഡിംഗ് ട്യൂബിനെ ആശ്രയിച്ചാണ് ആ രാജകുമാരൻ ഇപ്പോഴും കിടക്കുന്നത്. വർഷങ്ങളായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ഇതുവരെയും ഒരു മാറ്റം പോലും വന്നിട്ടില്ല. സൗദി അറേബ്യയിലെ രാജകുമാരനായിട്ടുള്ള അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ എന്ന് പറയുന്ന ആ ഒരു സഹോദരനാണ് 20 വർഷക്കാലമായി ദി സ്ലീപ്പിംഗ് പ്രിൻസ്, അതായത് ഉറങ്ങുന്ന രാജകുമാരൻ എന്ന് സൗദി അറേബ്യയിൽ അറിയപ്പെടുന്നത്. 2025, അതായത് ഈ വർഷം ഏപ്രിൽ 18 ആ രാജകുമാരൻ്റെ 36ാം ജന്മദിനം വരെ ആഘോഷിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തെ റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ ലൈഫ് സപ്പോർട്ടിൽ പ്രവേശിപ്പിച്ചു. അവിടെ ആ രാജകുമാരൻ ഇപ്പോഴും തുടർച്ചയായ പരിചരണത്തിലാണ്. ഫീഡിംഗ് ട്യൂബിനെ ആശ്രയിച്ച് അദ്ദേഹം ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. 2019 വിരൽ ഉയർത്തുകയോ തല ഒരു വശത്തേക്ക് ചരിക്കുകയോ പോലുള്ള ചെറിയ ചലനങ്ങൾ നടത്തിയതായി അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം കൂടുതൽ പുരോഗതി രേഖപ്പെടുത്തിയിട്ടില്ല. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഒരു സൈനിക കോളേജിൽ പഠിക്കുന്നതിനിടെയാണ് ഒരു വാഹനാപകടത്തിൽ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. എല്ലാറ്റിലുമുള്ളതുപോലെ ഇതിലും കുറെ വ്യാജ പ്രചരണങ്ങളൊക്കെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഈ കോമയിൽ കിടക്കുന്ന ഈ രാജകുമാരൻ അദ്ദേഹം എഴുന്നേറ്റു എന്നുള്ള രീതിയിലാണ് പല വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് തൊട്ടു പിന്നാലെയാണ് അൽ വലീദ് രാജകുമാരൻ ഒടുവിൽ ഉണർന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ ഓൺലൈനിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. ഏതായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. بيض الله وجهك سعد. تجي معنا بيتنا حق واجب. لا بوصل سيارة وصل بالسلامة ان شاء الله. നോക്കൂ, ഇതാണ് ആ വീഡിയോ. ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ഇദ്ദേഹത്തെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഫേക്കായിട്ടുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. നോക്കൂ, വർഷങ്ങളായി ആ മനുഷ്യൻ ഉറങ്ങുകയാണ്. ആ മനുഷ്യന് ചുറ്റുമുള്ളത് എന്താണെന്നും ആ വ്യക്തിക്കൊന്നും തന്നെ അറിയില്ല. പുറത്തെന്താണ് സംഭവിക്കുന്നത്, ചുറ്റുമുള്ള ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആ ഉറങ്ങുന്ന മനുഷ്യന് ഒരു ധാരണയുമില്ല. കാലങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു, പല മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആ മനുഷ്യൻ ഒന്ന് അറിയുന്നത് പോലുമില്ല. ഈ ഒരു സംഭവം പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ഒരു ചരിത്രത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ച അസ്ഹാബുൽ കഹ്ഫിന്റെ മനോഹരമായ ചരിത്രത്തിലേക്ക്. വിശ്വാസം സംരക്ഷിക്കാനായി ഗുഹയിൽ അഭയം തേടിയ ഏതാനും യുവാക്കളുടെ സംഭവകഥ അൽ കഹ്ഫ് എന്ന് പറയുന്ന സൂറത്തിലൂടെ വിവരിക്കുന്നുണ്ട്. സത്യവിശ്വാസികൾക്ക് ഗുണപാഠമെന്ന നിലയിലാണ് അല്ലാഹു സംക്ഷിപ്തമായി വിവരിച്ചിരിക്കുന്നത്. ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഗുഹാവാസികളായ ചെറുപ്പക്കാരുടെ കഥ പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിച്ച ആ ഗുഹ ഇന്നും നിലനിൽക്കുന്നുണ്ട്. 3 ശതകാലം ഉറങ്ങിക്കിടന്ന ഈ ചെറുപ്പക്കാരെ പിന്നീട് എഴുന്നേൽപ്പിക്കുകയും രാജാവും നാട്ടുകാരും ഈ ദൃഷ്ടാന്തമറിഞ്ഞ് വൈകാതെ അള്ളാഹു അവരെ മരിപ്പിക്കുകയുമായിരുന്നു.
അവരെ പിന്നീട് ആ ഗുഹയിൽ തന്നെ അടക്കം ചെയ്യുവാനുണ്ടായത് എന്ന് ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ നാഥനാകുന്നു. അവരല്ലാതെ മറ്റൊരു ആരാധനയും ഞങ്ങൾ വിളിച്ചു തേടില്ല. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഞങ്ങൾ അന്യായ വാക്ക് പറയുന്നവരാകും. വിഗ്രഹാരാധനയും അന്ധവിശ്വാസങ്ങളും നടമാടുന്ന സമൂഹത്തിൽ ദൈവിക മാർഗനിർദ്ദേശം ലഭിച്ച യുവാക്കൾ സധൈര്യം പ്രഖ്യാപിച്ചു. ആകാശഭൂമികളെ നിയന്ത്രിച്ചു പരിപാലിക്കുന്ന യഥാർത്ഥ ദൈവത്തെ വിട്ട് വ്യാജന്മാരെ ഉപവസിക്കാൻ അവർ വിസമ്മതിച്ചു. എന്നാൽ ബഹുദൈവ പൂജയിൽ മൂടുറച്ച രാജാവും പ്രജകളും ഇത് അംഗീകരിച്ചില്ല. ജനങ്ങൾ വിട്ടില്ല, നിർബന്ധിച്ചു. യുവാക്കൾ സമ്മതിച്ചതുമില്ല. അവരെ പ്രീണിപ്പിച്ചു നോക്കി. യുവാക്കൾ അതിൽ വീണില്ല. ഒടുവിൽ ഭീഷണിപ്പെടുത്തി. അതിലും അവർ വഴങ്ങിയില്ല. ക്ഷുഭിതനായ രാജാവ് അവർക്ക് ചെറിയൊരു അവര് നൽകി, പുനരാലോചന നടത്തിക്കൊണ്ട് നാട്ടിലെ വിശ്വാസത്തിലേക്ക് തിരികെ വരാൻ വേണ്ടി. യുവാക്കൾക്ക് മുന്നിൽ 3 വഴികൾ മാത്രമാണുള്ളത്. ഒന്നുകിൽ വിശ്വാസം ഒഴിവാക്കി രാജാവിന് വഴങ്ങുക, രണ്ടാമത് വിശ്വാസം മുറുകെ പിടിച്ച് ജീവൻ നൽകുക, മൂന്നാമതായി രാജ്യം വിടുക. അവർ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ വഴിയായിരുന്നു. രാജാവ് രാജ്യത്തില്ലാത്ത അവസരത്തിൽ അവർ പട്ടണം വിട്ടു. മലയിലെ ഗുഹ ലക്ഷ്യമാക്കി അവർ നടന്നു. വഴിയിൽ വെച്ച് ഒരു ആട്ടിടയനും അവന്റെ നായയും അവരോടൊപ്പം ചേർന്നു. അവർ ഒരു ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്. അവരുടെ മനസ്സ് പ്രാർത്ഥനാനിരതമായി. ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ കാരുണ്യം ഞങ്ങൾ തേടുന്നു. ഞങ്ങൾക്ക് നീ നേർമാർഗം ഒരുക്കി തരണമേ. ആ ഗുഹയിൽ വന്യമൃഗങ്ങളില്ല, ഭീതി സാഹചര്യവുമില്ല, തികച്ചും സുരക്ഷിതമാണ്. വെയിൽ പോലും അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയില്ല. ദിവ്യകാരുണ്യവും സുരക്ഷിതത്വവും തണൽ വിരിച്ച സ്വസ്ഥമായ ഇടത്ത് അവർ ഉറങ്ങാൻ കിടന്നു. ഗാഠനിദ്ര അവരുടെ കൂട്ടിനെത്തി. കാവലാളായി ആട്ടിടയന്റെ നായയും ആ ഗുഹാമുഖത്തിരുന്നു. നാടുവിട്ട യുവാക്കളെ പരതി പട്ടണവാസികളും രാജകിങ്കരന്മാരും എപ്പോഴൊക്കെയോ അവിടെ എത്തിയിരുന്നു. എന്നാൽ ഏകദൈവ വിശ്വാസത്തിന്റെ ശീതളച്ചായയിൽ നിദ്ര കൊള്ളുന്ന യുവജനങ്ങളെ അവർ കണ്ടില്ല. മനം വിട്ട ഉറക്കിലലിഞ്ഞ യുവാക്കൾ അന്വേഷകരുടെ സാന്നിധ്യം അറിഞ്ഞതുപോലുമില്ല. എണ്ണമറ്റ വർഷങ്ങൾ ഗുഹയിൽ വെച്ച് അവരുടെ കാതുകളെ നാം അടച്ചുകളഞ്ഞുവെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. ഗുഹാമുഖത്ത് 2 കൈകളും നീട്ടിയിട്ട് കിടക്കുന്ന നായയുടെ കാവലിൽ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞും മറിഞ്ഞുമുള്ള ആ ഗാഠനിദ്ര നിരവധി തലമുറകളെ ഓർമ്മകളിലേക്ക് തള്ളിവിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. നാടുമാറി, നാട്ടുകാർ മാറി, തലമുറകൾ മാറി, രാജാവും നിയമങ്ങളും മാറി, ഒപ്പം അവരുടെ വിശ്വാസവും അടിമുടി മാറി. യുവാക്കൾ ഗാഠനിദ്ര വിട്ടുണർന്നു. കണ്ണു തിരുമ്മി അവർ പരസ്പരം ചോദിച്ചു, നാം എത്ര സമയം ഉറങ്ങി? 1 ദിവസം, അല്ലെങ്കിൽ അതിലും കുറച്ച്? അവർ തന്നെ ഉത്തരവും പറഞ്ഞു. എന്നാൽ സമയത്തെ ചൊല്ലി അവർ തർക്കിക്കാൻ നിന്നില്ല. അത് അള്ളാഹുവിന് വിട്ടു. വിശപ്പ് അവരെ കീഴടക്കിയിരുന്നു. ഭക്ഷണമായിരുന്നു അവർക്ക് അത്യാവശ്യം. കൈവശമുള്ള വെള്ളി നാണയവുമായി ഒരാൾ പട്ടണത്തിലേക്ക് പോയി. പോകുന്നവനവർ മുന്നറിയിപ്പ് നൽകി. പട്ടണവാസികളോ രാജാവോ നമ്മെപ്പറ്റി അറിയരുത്. അറിഞ്ഞാൽ നമ്മെ അവർ എറിഞ്ഞുകൊല്ലും, അല്ലെങ്കിൽ അവരുടെ മരത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ നാം നഷ്ടക്കാരായി മാറും. അതിനാൽ നീ ശ്രദ്ധിക്കണം. 103 കഴിഞ്ഞതോ, തലമുറകൾ മണ്ണടിഞ്ഞതോ, അക്രമിയായ രാജാവിന് പകരം ദൈവവിശ്വാസിയായ രാജാവ് സിംഹാസനമേറിയതോ അവരാരും അറിഞ്ഞില്ല. തങ്ങളുടെ കൈവശമുള്ള വെള്ളിക്കാശ് പുരാവസ്തുവായ വിവരം പോലും അവർ അറിഞ്ഞില്ല. ഭക്ഷണം തേടിയെത്തിയ യുവാവും അവരുടെ കൈവശമുണ്ടായിരുന്ന നാണയവും പട്ടണവാസികൾക്ക് കൗതുകമായി മാറി. തങ്ങളുടെ പൂർവ്വഗാമികൾ പറഞ്ഞു കേട്ടിരുന്ന ഏകദൈവവിശ്വാസികളായ യുവാക്കളുടെ ഒളിച്ചോട്ട കഥ പട്ടണവാസികൾ ഓർമ്മിച്ചെടുത്തു. ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ആ തലമുറയ്ക്ക് യുവാക്കളോട് ആദരവും ബഹുമാനവും കൂടി വന്നു. ഭക്ഷണത്തിന് പോയവർ തിരിച്ചെത്തി. നാട്ടിലെ അവസ്ഥകൾ അവനിൽ നിന്ന് കേട്ടറിഞ്ഞ യുവാക്കൾ അമ്പരന്നുപോയി. ജനം തങ്ങളെ മഹത്വവൽക്കരിക്കുന്നുണ്ടെങ്കിൽ പോലും വിചിത്ര മനുഷ്യരായി തങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതും അള്ളാഹുവിന്റെ നിശ്ചയമായിരുന്നു. തങ്ങളുടെ സാന്നിധ്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനായിരുന്നു യുവാക്കളുടെ തീരുമാനം. പരസ്യമാക്കാൻ അള്ളാഹു തീരുമാനിച്ചു. ജനത്തിന്റെ അക്രമം ഭയന്നാണ് യുവാക്കൾ നാടുവിട്ടത്. യുവാക്കളെ ബഹുമാനിക്കുന്ന ജനമാണ് ഇപ്പോഴുള്ളത്. ഇത് യുവാക്കൾക്ക് പാഠമാകണം. നൂറ്റാണ്ടുകൾ മരിച്ചു കിടന്നവർ പുനർജനിച്ചിരിക്കുന്നു. അപ്പോൾ മരണശേഷം മനുഷ്യർ പുനർജനിക്കുമെന്നത് കേവലം വിശ്വാസമല്ല, യാഥാർത്ഥ്യം തന്നെയാണെന്ന പാഠം ജനങ്ങൾ അറിയണം. പുനർജനിച്ച വിചിത്ര മനുഷ്യരെ കാണാൻ പട്ടണവാസികൾ ഗുഹയ്ക്ക് ചുറ്റും തടിച്ചുകൂടി. അള്ളാഹു പക്ഷെ തന്റെ അടിമകളായ യുവാക്കളെ ജനത്തിന് മുന്നിൽ പ്രദർശന വസ്തുവാക്കിയില്ല. അവരെ അവൻ മരിപ്പിക്കുകയായിരുന്നു. അവരിച്ഛിച്ച പര്യവസാനം നൽകി അള്ളാഹു അവരെ സ്വീകരിച്ചു. ഏകദൈവ വിശ്വാസത്തിന്റെ പേരിൽ യാതന അനുഭവിച്ചൊടുവിൽ ദൃഷ്ടാന്തമായി മാറിയ അവരുടെ ഓർമ്മയ്ക്കായി പട്ടണവാസികൾ ഒരു പള്ളിയും പണിതു. ഗുഹാവാസികൾ ഒരു ഗുണപാഠമാണ്. അക്കാലക്കാർക്ക് മാത്രമല്ല, ഏതു കാലക്കാർക്കും. പടിഞ്ഞാറെ തുർക്കിയിലെ എഫസോസ് എന്ന രാജ്യത്ത് വിഗ്രഹാരാധകരായിരുന്ന ദക്കിയാനോസ് രാജാവിന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഏകദൈവ വിശ്വാസിയായ സൈദറൂസിന്റെ ഭരണം നടക്കുമ്പോഴാണ് 30 വർഷം, അതായത് 3 നൂറ്റാണ്ട് പിന്നിട്ട ഉറക്കത്തിൽ നിന്ന് ആ യുവാക്കൾ ഉണരുന്നത്. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ മനോഹരമായ ചരിത്രം. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.